guys, welcome to another vlog. എൻ്റെ പേര് അഞ്ജന, ചാനൽ നെയിം ഇല്ലോളം. വെൽക്കം ടു മൈ വ്ലോഗ്. സോ ഇപ്പം നമ്മളിങ്ങനെ ഫേസ് ടു ഫേസ് ചിറ്റാറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടം എന്ന് എനിക്ക് തോന്നി തുടങ്ങിയതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും റിലേറ്റബിൾ ആയിരുന്നുകൊണ്ടായിരിക്കാം. ഇപ്പോൾ ഫാമിലി വ്ലോഗ്സ് കുറച്ച് കുറവാണ്, എല്ലാം കൂടെ ഒരുമിച്ച് എല്ലാവരെയും കൂടെ ഒരുമിച്ച് അങ്ങനെ കിട്ടുന്നില്ല. മഴയൊക്കെ അല്ലേ, പിന്നെ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തു, വീക്കെൻഡൊക്കെ എന്തെങ്കിലുമൊക്കെ അലമ്പ് പരിപാടികളൊക്കെ ആയിട്ട് അങ്ങ് പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. എന്തെങ്കിലും ഫാമിലി വ്ലോഗ് സജഷൻസ് ഉണ്ടെങ്കിൽ ബ്രിങ് ഇറ്റ് ഓൺ. ഞാൻ കുറേയൊക്കെ ഡേ ഇൻ മൈ ലൈഫ് അത് ഇതൊക്കെ ചെയ്ത് എല്ലാവർക്കും കണ്ട് മടുത്തെന്ന് എനിക്കറിയാം. പിന്നെ എന്തെങ്കിലുമൊക്കെ എന്താണ് പുളിഞ്ചിക്ക് തിന്നണത്, നെല്ലിക്ക് തിന്നണത്, ഉടുപ്പിക്കൂടെ ഐസ് എടുത്തിട്ടുള്ളത്, അതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ഇനി ചെയ്യണം. പക്ഷേ അപ്പോൾ എന്തായാലും ഞാൻ ജുവൽസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച് എന്തായാലും മാലയും കൂടെ കിടക്കട്ടെ. ബൈ ദ വേ, ഇല്ലോളം ജുവൽസ് കാണാത്തവർ ഇൻസ്റ്റഗ്രാമിൽ കയറി നോക്കൂ. ലോട്ട് ഓഫ് ആൻറ്റി കളക്ഷൻസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് അമ്മായിയമ്മ മരുമോൾ. നല്ല ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കല്ലേ, ഹെവിലി റിലേറ്റബിൾ ടോപ്പിക്കല്ലേ. കാരണം ഞാൻ ഈ ടോപ്പിക് ഇന്ന് സംസാരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ഷോർട്സിൽ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുള്ളപ്പം ഭയങ്കരമായിട്ടുള്ള കമൻറ്റുകൾ വന്നിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. കമൻറ്റ് വായിക്കുന്ന ഒരു സുഖമില്ല, പക്ഷേ എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ കുറേ എടുത്തിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുക അമ്മായിയമ്മ മരുമോനില്ല, അതും ഉണ്ട്, അവിടെയും പ്രശ്നങ്ങളുണ്ട്. സോ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് സംസാരിക്കാം കേട്ടോ. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസും കമൻസും ഇതിൻ്റെ താഴെയിൽ ഇടാൻ ആസ് യൂഷ്വൽ എപ്പോഴും ഇടുന്ന പോലെ എനിക്കും വളരെ ഹെൽപ്ഫുള്ളാണ്. അത് വായിക്കുമ്പം ബാക്കിയുള്ളവർക്ക് കാണുമ്പോഴും ഇത് റിലേറ്റബിൾ ആയിരിക്കുമോ, അവരുടെ ലൈഫ്, എല്ലാവരുടെ ലൈഫിലും ഇതൊക്കെ തന്നെ എന്ന് കാണുമ്പോൾ ഒരു സമാധാനം. നമ്മൾ മാത്രമല്ലല്ലോ കഷ്ടപ്പെടുന്നത് അല്ലേ, അതൊരു പ്രത്യേകതര സമാധാനമാണ്. അപ്പം ടോപ്പിക് നമ്പർ 1, അമ്മായിയമ്മ മരുമോൾ. അതായത് പണ്ട് മുതലേ നമ്മളുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു വിശ്വാസമാണ് അമ്മായിയമ്മയും മരുമോളും ഒരിക്കലും സെറ്റാവില്ല, ഫുൾ ടൈം അടിയാണ്. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, സെറ്റായിട്ടുള്ള കുറച്ച് ആൾക്കാരെ എനിക്കറിയാം. ഞാനും വലിയ കുഴപ്പമില്ലാതെ ഞാനും ഒരുവിധം സെറ്റായിട്ടാണ് പോണത്. എൻ്റെ അമ്മായിയമ്മ വളരെ ഒരു പാവപ്പെട്ട സ്ത്രീയാണ്, എന്തുകൊണ്ടും എനിക്കതിനുള്ള ഭാഗ്യം ലഭിച്ചു. പാവപ്പെട്ട ഞാൻ ഉദ്ദേശിക്കുന്നതല്ലേ, പല ആൾക്കാർക്കും ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ മൂവിങ് ടു USA, ഫ്രം USA ടു ഇന്ത്യയിലുള്ള റീസൺസിൽ പറയുന്ന ഒരു കാര്യമാണ് ഈ അമ്മായിയമ്മമാരുടെ ഒരു ശല്യം. ബട്ട് ഞങ്ങൾ എന്തായാലും ഇപ്പോൾ ഇന്ത്യയിലാണ്. അപ്പം ഒരു പരിധിവരെ ഈ ആൾക്കാരുടെ ഒരു ഫാമിലിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് നമ്മുടെ ലൈഫിനെ പല രീതിയിലും എഫക്റ്റ് ചെയ്യും. യെസ്, അത് പേടിച്ചിട്ടാണ് നാട്ടിലോട്ട് പലരും തിരിച്ച്. പക്ഷേ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോകുന്നില്ല ഞാൻ. ബട്ട് ജസ്റ്റ് ലെറ്റ്സ് കോൺസെൻട്രേറ്റ് ഓൺ ദി അമ്മായിയമ്മ സബ്ജക്റ്റ്. ഗൈസ്, ഈ അമ്മായിയമ്മ എന്ന് പറയുന്ന ഈ ഒരു വസ്തു കുറേ വർഷങ്ങളായി വളർത്തിക്കൊണ്ടുവന്ന ഒരു വസ്തു. അതായത് അവരുടെ മകൻ പെട്ടെന്ന് അവരിൽ നിന്നും വേറൊരു പെൺകുട്ടിയിലേക്ക് ആക്രാന്തത പ്രകടിപ്പിക്കുമ്പോൾ നാച്ചുറലി അവൾക്കുണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ഇപ്പം സപ്പോസ് നമ്മളുടെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുക, നമ്മൾ വർഷങ്ങളായി വളർത്തിക്കൊണ്ടുവരുന്ന ഒരു മകൻ ഒരു സുപ്രഭാതത്തിൽ വേറൊരു പെണ്ണുമായിട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആവുന്നു, നമ്മളെ വേണ്ടാതെ വരുന്നു. സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യ സ്ത്രീ ഒക്കെ മനസ്സിലാവും, ഇനി എന്നെ ഒന്നും ആർക്കും വേണ്ട. അങ്ങനെയല്ല, ഇവർക്ക് നമ്മളെ അമ്മമാരെ മക്കൾക്ക് എപ്പോഴും ഇഷ്ടം തന്നെ. എപ്പോഴും മക്കളെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ള ബോധം ഈ അമ്മായിയമ്മ എന്ന് പറയുന്ന ഈ വസ്തു അല്ലെങ്കിൽ ആ സ്ത്രീക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങളും അവിടെ തീരും. ഗൈസ്, ഞാൻ ഇപ്പോൾ എനിക്ക് 10 വയസ്സൊരു മോനുണ്ട്. എന്തോ വിൽക്കാൻ വരികയാണ്. അപ്പോൾ മോൻ വലുതായി വരുമ്പോൾ ഓബ്വിയസ്ലി റിലേഷൻഷിപ്സ് കാണും. അറിഞ്ഞൂടെ, ഇപ്പോഴത്തെ പിള്ളേർ പിന്നെ നമ്മളത്തെ പോലെ കല്യാണം അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിന് നമുക്ക് അറിഞ്ഞൂടെ. ഇപ്പം തന്നെ ലിവിങ് ടുഗദറൊക്കെയാണ് ട്രെൻഡ്. എന്തായാലും എന്തിനാണ് ലിവിങ് ടുഗദർ ആണെങ്കിലും എന്താണെങ്കിലും ഒരു പാർട്ണർ കാണുമല്ലോ. അപ്പം നാച്ചുറലി ഈ പൊസസീവ് സ്വഭാവം എനിക്കും ഉണ്ടാവണമല്ലോ. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ പോകുമ്പോൾ പോട്ടെ, നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്തല്ലല്ലോ ഇരിക്കുന്നത്. ഗൈസ്, എപ്പോഴും നമ്മൾ ഫിനാൻഷ്യലി മാനസികമായി എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിലകൊള്ളാം എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ആരില്ലെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം. ഗൈസ്, ഇത് എല്ലാം ഉണ്ടായാലും ആരെങ്കിലും പോയി ചൊറിയണം എന്നുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ എല്ലാം തീർന്ന് നശിച്ച് ഈ മരുമോൾ എന്ന് പറയുന്ന ഒരു വസ്തു നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ അവരെ കംഫർട്ടബിൾ ആക്കി വെക്കുക എന്നുള്ള ഒരു സംഭവം ഈ അമ്മായിയമ്മ എന്ന് പറയുന്ന ഒരാളുടെ മെയിൻ കടമയാണ്. ശരി, അത് വേണ്ട പോട്ടെ, ശല്യപ്പെടുത്താതിരുന്നൂടെ. ഞാനൊരു ഷോർട്സിൽ പറഞ്ഞു, ഫോർ എക്സാമ്പിൾ, ഇത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ജീവിത എക്സ്പീരിയൻസിൽ നിന്ന് കേട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. എനിക്ക് ഭാഗ്യത്തിന്
പുള്ളിക്കാരി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇൻവോൾവ് ചെയ്യാൻ വരില്ല. അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ഒരു വസ്തു ഇനി അറിയാം എന്താണ് അമ്മായിയമ്മയുടെ റോൾ, അല്ല എന്താണ് പുള്ളിക്കാരൻ്റെ അമ്മയുടെ റോൾ, എന്താണ് ഭാര്യയുടെ റോൾ, ആരെ എവിടെ എപ്പോൾ എങ്ങനെ നിർത്തണം എന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ബോധം ഉണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകാം. ഈവൻ അമ്മായിയമ്മയ്ക്ക് ബോധം കാണില്ല, ബട്ട് ഈ മോൻ എന്ന് പറയുന്ന ആൾക്ക് ബോധമുണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തീരും. ഞാൻ ഒരു കഥ ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് ഇതിലോട്ട് വരാം. കഥ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു ഭാര്യ ഭർത്താവ്. നാച്ചുറലി ഒരു റൂമിലായിരിക്കുമല്ലോ ഉറങ്ങുന്നത്. ഈ അമ്മായിയമ്മയ്ക്ക് തന്നെ കിടക്കാൻ രാത്രി പേടിയാവുന്നു. ഭർത്താവുണ്ട് വീട്ടിൽ, പക്ഷെ ഭർത്താവിനെ മൈൻഡ് ചെയ്യാതെ ഒരു സൈഡിൽ തള്ളിയിട്ടേക്കാണ്. ഉടനെ അമ്മായിയമ്മ വന്നിട്ട് രണ്ടുപേരും കൂടെ കിടക്കുന്ന റൂമിൽ തട്ടിയിട്ട് പറയണം, മോനെ എനിക്ക് പേടിയാവുന്നു, ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ കിടന്നോട്ടെ. നാച്ചുറലി ഇവർക്ക് രണ്ടുപേർക്കും അത് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഈ മകൻ എന്ന് പറയുന്ന ഒരു മണകുണഞ്ചാൻ എന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും ഈ ഒരു അവസ്ഥയിൽ. കാരണം ബൗണ്ടറീസ് ഏത് റിലേഷൻഷിപ്സിലാണെങ്കിലും നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. ഞാൻ ഒരു തെറപ്പിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഫാമിലി കൗൺസിലറോ ഒന്നുമല്ല, എൻ്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് മാത്രം പറയുന്നു. നിങ്ങൾക്ക് റിലേറ്റബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് പോകാം. ഓക്കെ. അപ്പോൾ ഈ മണകുണഞ്ചാൻ എന്ന് പറയുന്ന ഈ വ്യക്തി പറയുകയാണ്, അമ്മേ ഞാനൊരു കാര്യം ചെയ്യാം, ഈ ഡോർ ഞാനിങ്ങനെ തുറന്നിട്ടേക്കാം, അപ്പോൾ അമ്മയ്ക്ക് നമ്മളെ കാണാമല്ലോ. ഏത് ഭാര്യയ്ക്ക് ഇത് ഇഷ്ടപ്പെടും? നിങ്ങൾ തന്നെ പറ, ആർക്കും ഇഷ്ടപ്പെടില്ല. സോ ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ഭർത്താവാണ്. അതെല്ലാവർക്കും അറിയാം. ബട്ട് ഇത് ശരിക്കും ഒരു ട്രൂ സ്റ്റോറിയാണ് ഗൈസ്, ട്രൂ സ്റ്റോറി. എൻ്റെ ഷോർട്സ് കണ്ട ആൾക്കാരുടെ കമൻറ്റ് സെക്ഷൻ പോയി നോക്കിക്കഴിഞ്ഞാൽ പല 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 അനുഭവങ്ങൾ, ഇതല്ലെങ്കിൽ മറ്റേത്, ഇങ്ങനെ പലതും കാണും. അയ്യോ, എന്തുകൊണ്ട് ഇവരുടെ ഭർത്താവിനെ ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ടാക്കി വെക്കുന്നില്ല? എന്തിനാണ് ഈ കല്യാണം കഴിഞ്ഞ ഈ യുവമിഥുനങ്ങളുടെ ഇടയിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കുന്നത്? ശരി, ഇത് കുറച്ച് എക്സ്ട്രീമാണ്, അതെനിക്ക് മനസ്സിലായി. വേറെ ഉണ്ട് കഥകൾ. ശരി, ഇവിടെ ഐഡിയലി സംഭവിക്കേണ്ടത്, അമ്മ ഇതല്ല കേസ്, നിങ്ങൾ പോയി കിടന്നോ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂടെ പോയി കിടന്നോ. അപ്പോൾ ഭർത്താവില്ലാത്ത പല അമ്മമാരും കാണും, ഒരാളെ കൂട്ടിന് വിളിച്ച് കിടത്താം, അങ്ങനെയൊക്കെ ചെയ്യാം. ശരി, ആരുമില്ല, വേറെ ഒരു നിവൃത്തിയില്ല, നിങ്ങൾ എത്രയും കാലം എങ്ങനെയാണോ കിടന്നത് അങ്ങനെ കിടന്നോളൂ. ഇപ്പം എനിക്ക് ഇത്രയേ പറ്റുള്ളൂ, വേണമെങ്കിൽ നിങ്ങൾ ഉറങ്ങിയാൽ മതി, ഇതാണ് റൈറ്റ് തിങ് ടു ഡു എന്ന് ഞാൻ പറയുന്നു. 2 പ്രാവശ്യം അല്ല 10 പ്രാവശ്യം കൈയടിച്ച് പറയുന്നു. അതെന്തോ അവരുടെ ജീവിതത്തിൽ എന്തോ ആയിക്കോട്ടെ. ഇത് എല്ലാവരുടെ കേസിലും ചിലപ്പോൾ നടക്കണമെന്നില്ല. ചിലപ്പം ശരിക്കും പേടിയുള്ള അമ്മയായിരിക്കാം. അങ്ങനെയൊക്കെ സമയത്ത് ആണെങ്കിൽ അമ്മേനെ കൂടെ കിടത്തേണ്ടി വരുമായിരിക്കും. അത് അവരുടെ വിധി എന്ന് പറഞ്ഞുകൊള്ളട്ടെ. എന്തൊക്കെയായാലും അടുത്ത കേസ് അമ്മായിമ്മമാരുടെ കൂടെ എന്നും താമസിക്കേണ്ടി വരുന്ന മരുമക്കളോട് എനിക്ക് സഹതാപമൊന്നുമില്ല. ബട്ട് ഇഫ് ദ അമ്മായിമ്മമാർ ബിഹേവ്സ് വെരി നൈസ് ടു യു and does not treat you like ഒരു നികൃഷ്ട ജീവി, then why not? You can very well stay with your അമ്മായിയമ്മ. സത്യം, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയെക്കാട്ടിയും ക്ലോസ് ആണ് അവരുടെ അമ്മായിയമ്മയുടെ അടുത്ത്. എന്ത് ഭാഗ്യവതിയാണല്ലേ സത്യം. എന്തുകൊണ്ട് നിങ്ങളുടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മായിയമ്മമാരുടെ അടുത്ത് പറയാനുള്ളത്, വൈ നോട്ട് ലീവ് പീപ്പിൾ ജസ്റ്റ് ഫ്രീ? എന്തിനാണ് എല്ലാത്തിൻ്റെ ഇടയിൽ കയറി വരുന്നത്? നിങ്ങളുടെ സജഷൻസ് നമുക്ക് ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് നമ്മൾ ചോദിച്ചോളാം. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് സ്വന്തമായിട്ടൊരു ജീവിതം നയിക്കാൻ വേണ്ടിയാണ്. 10, 20, 25, 28 വയസ്സുള്ള ആൾക്കാരായിരിക്കുമല്ലോ കല്യാണം കഴിഞ്ഞ് പോണത്. അഡൾട്ട്സാണ്, എപ്പോഴും പറക്കാൻ നടക്കാൻ പറ്റൂലല്ലോ. സോ ലെറ്റ് ദം ടേക്ക് ദെയർ ഓൺ ഡിസിഷൻസ്. ശരി, എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ വല്ലപ്പോഴും ഒക്കെ അവിടെ എവിടെയും തൊടാത്ത രീതിയിൽ പറയണത് കുഴപ്പമില്ല. പക്ഷേ ഈ ചൊറിഞ്ഞുകൊണ്ട് ഇടയിൽ കയറി വന്നുകൊണ്ട് ശല്യപ്പെടുത്തുന്ന സ്വഭാവം ഉണ്ടല്ലോ, അയ്യോ ഇല്ല, എനിക്ക് മനസ്സിലാവാത്തത് ഇവരാര് പറഞ്ഞാലും കേൾക്കില്ല. ഇത് ഞാൻ വേസ്റ്റ് കേസ് അമ്മായിമ്മമാരെ പറ്റിയാണ് പറയണത്. ഭർത്താവിനെ പേടിയില്ല, മോനെ പേടിയില്ല. ശരി, ആരെയും പേടിക്കണ്ട, നല്ല ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ബോൾഡായിട്ടുള്ള സ്ത്രീകൾ നല്ലത് തന്നെ. ബട്ട് അവരെ മറ്റുള്ളവരുടെ ലൈഫിൻ്റെ ഇടയിൽ കയറി വന്ന് ശല്യം ഉണ്ടാക്കാൻ വരുമ്പോഴാണ്. ഒരു കാര്യം പറയട്ടാ, ഈ ശല്യപ്പെടുത്തുന്ന വീട്ടുകാരും നാട്ടുകാരും പേടിച്ച് കുറേ ആൾക്കാർ എവിടെയോ പോയി ഒളിക്കും. തിരിച്ച് വല്ലപ്പോഴും വന്ന് മുഖം കാണിച്ചിട്ട് പോണ കുറേ പാവപ്പെട്ട മനുഷ്യരുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട മനുഷ്യരോട് എനിക്ക് പറയാനുള്ളത്,
നിങ്ങൾ പേടിച്ച് എവിടെയും പോയി ഒളിക്കേണ്ട ഒരു കാര്യമില്ല. പറയാനുള്ള കാര്യങ്ങൾ വാ തുറന്ന് വ്യക്തമായിട്ട് അപ്പം തന്നെ പറഞ്ഞാൽ ഈ ആളുകളെ ഒതുക്കി എത്തിക്കഴിഞ്ഞാൽ പിന്നെ യവറ്റകളൊന്നും ശല്യപ്പെടുത്താൻ വരില്ല. പ്രൂവൺ തിയറിയാണ്. ശരി, പിന്നെയും ശല്യപ്പെടുത്താൻ വരുന്നു, ഒരു രക്ഷയില്ലെങ്കിൽ ഓക്കെ, ദൂരെ പോയി ഓടിക്കോ. പറയാനുള്ളത് 2 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും വായും പൊത്തിയിരിക്കുന്നതാണ്. ആസ് വെൽ ആസ് റീസൺ ആസ് പോസിബിൾ പല ആൾക്കാരുടെ എക്സ്പീരിയൻസിൽ നിന്ന് കേട്ടത് വെച്ച് ഞാൻ പറയുന്നത്. ശരി, ഈ ആൺമക്കൾക്ക് നാച്ചുറലി അമ്മമാരുടെ അടുത്തോട്ട് കുറച്ചൊരു ചായ്വ് തോന്നുന്നത് എപ്പോഴും നാച്ചുറലി അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു ഭാര്യ വരുമ്പോഴത്തേക്കും നാച്ചുറലി ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുക. അപ്പോൾ അമ്മമാർക്ക് ഫീലിംഗ് ഓഫ് മിസ്സിങ് ഔട്ട്, ഫോമോ എന്ന് പറയുന്ന ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് ചെയ്യണം എന്ന് ഒരു പിടിയില്ല. പിന്നെ എന്തൊക്കെ കാണിക്കണോ, അവർ കുക്ക് ചെയ്യണ തന്നെ കുറ്റം പറയണം, അവർ പിള്ളേരെ വളർത്തണ തന്നെ കുറ്റം പറയണം, അവരെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കൂല, അവർ എന്ത് ചെയ്താലും കുറ്റം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെയുള്ള അമ്മായിമ്മമാർ ദയവ് പോയി തെറാപ്പി എടുക്കണം. അതാണ് ബെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി ഇത് അമ്മായിമ്മമാരൊക്കെ കേൾക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഓഡിയൻസ് ഇത്രയും പ്രായമുള്ള ആൾക്കാരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്കിലും ഫ്യൂച്ചർ അമ്മായിമ്മമാരാകാൻ ചാൻസ് ഉള്ള കുറേ ആൾക്കാർ എന്തായാലും ഇത് കേൾക്കുന്നുണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ അവരുടെ മക്കൾ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. സോ ഇപ്പം ഇങ്ങനത്തെ ഇഷ്യൂസിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഗേൾസ് ആൻഡ് ഗേൾസ്, ഈ കല്യാണം കഴിഞ്ഞ് വന്ന് നിങ്ങളൊരു പുതിയ ലൈഫ് തുടങ്ങുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ വയസ്സായ ആൾക്കാരെ ആവശ്യമില്ലാതെ വലിച്ചഴച്ച് പ്രശ്നമുണ്ട്. പിന്നെ ഒരു കാര്യം, മരുമക്കൾ പ്രശ്നമുണ്ട്. ഓഫ് കോഴ്സ് പ്രശ്നമുണ്ടാക്കുന്ന മരുമക്കളും ഒരുപാടുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ മരുമക്കളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ലേഡീസ്, ഈ ഭർത്താവ് എന്ന് പറയുന്ന ഒരു ഐറ്റം നിങ്ങൾക്ക് മാത്രം എപ്പോഴും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാവുന്ന ഒരു ഐറ്റം അല്ല. പ്ലീസ് ലേൺ ടു ഷെയർ. കുറച്ച് അവരുടെ അമ്മയ്ക്കും ഷെയർ ചെയ്യൂ. അപ്പം നിങ്ങൾ പറയാം ആർക്ക് വേണം, അവരെത്ര വേണം എടുത്തോട്ടെ. അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുള്ള ഭാര്യമാർക്ക് ഈ പ്രശ്നങ്ങൾ നാച്ചുറലി വീട്ടിൽ പ്രോബ്ലംസേ കാണില്ല. നിങ്ങൾ എന്തരാ നിങ്ങളെ മോനെ കൊണ്ട് ചെയ്തോ, എന്നെ ശല്യപ്പെടുത്താതിരുന്നാൽ മതി, അമ്മയും മോനും എന്നുള്ള ആറ്റിറ്റ്യൂഡാണെങ്കിൽ ബെസ്റ്റ്. ബട്ട് അങ്ങനെ എപ്പോഴും എൻ്റെ കയ്യിൽ ചുരുട്ടി വെച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡുള്ള ഭാര്യമാരാണെങ്കിൽ നിങ്ങളെ ജീവിതം തൊലഞ്ഞ് നിങ്ങൾ നീര് നിങ്ങളെ ജീവിതാവസാനം അല്ലെങ്കിൽ അവർ തട്ടിപ്പോണത് വരെ അങ്ങനെ ജീവിക്കേണ്ടി വരും. ശരി, ഞാൻ ഒരു കാര്യം പറയട്ടെ, എത്ര നേരം നമുക്ക് കുറച്ച് ഇത് പണ്ട് പല ആളുകളും പറഞ്ഞിട്ടുള്ളതായിരിക്കും, ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റും? ഫ്രീ ആയിട്ട് വിടറേ, എല്ലാവർക്കും ലൈഫ് ഉള്ളതല്ലേ. അങ്ങേരെ എന്തിനിങ്ങനെ പിടിച്ച് പുറുക്കി വെച്ചുകൊണ്ടിരിക്കണം? അങ്ങേർക്ക് ശ്വാസം മുട്ടൽ കുറേ നാൾ കഴിയുമ്പോൾ തോന്നും, ആദ്യമൊന്നും തോന്നില്ല. കല്യാണത്തിൻ്റെ മറ്റേ പച്ചപ്പിലെ എല്ലാം മറ്റേ മതി മറന്ന് നടക്കുകയായിരിക്കും, അമ്മയെ മറന്ന് ഭാര്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ടൈമൊക്കെ കാണും. പക്ഷെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഈ ഭാര്യനെ താങ്ങാൻ വയ്യാതെ വരും. അപ്പം പിന്നെ ടു ലേറ്റായി കഴിയും, അത് വേറെ കാര്യം. അമ്മയൊക്കെ മരിച്ചു പോയി കാണും, പിന്നെ റിയലൈസ് ചെയ്യണത്. സോ ഓൾ ദോസ് പെൺകൊന്തൻ ഭർത്താവ്സ് ഔട്ട് ദെയർ എന്ന് തന്നെ ഞാൻ പറയാം. എല്ലാവർക്കും ഈക്വൽ അറ്റൻഷൻ കൊടുക്കുന്നത്, ഈക്വലായിട്ട് കൊടുക്കാൻ പറ്റില്ല, കുറച്ചെങ്കിലും ഒരു ചെറിയ അറ്റൻഷൻ ഐ നോ ഇത് രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നത് ഭയങ്കര പാടുള്ള പണിയാണ്. എസ്പെഷ്യലി എല്ലാവരും ഒരു വീട്ടിനകത്താകുമ്പോഴത്തേക്ക് ആ ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. സോ ബൗണ്ടറി സെറ്റ് ചെയ്യുക. ആരെ എവിടെ എപ്പോൾ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം, എവിടെ നിർത്തണം, അത് ആയിക്കഴിഞ്ഞാൽ പിന്നെ നോ പ്രോബ്ലം. അതിന് സ്വന്തം മോനാണെങ്കിൽ ശരി, സ്വന്തം അമ്മയാണെങ്കിൽ ശരി, സ്വന്തം ഭാര്യയാണെങ്കിൽ ശരി. ഇനി പാരൻസിൻ്റെ അടുത്ത് ആവശ്യമില്ലാതെ ഇതിൻ്റെ ഇടയിൽ കയറി വരരുത്. 18 വയസ്സ് വരെ കൊച്ചുങ്ങളെ നോക്കി എന്ന് പറയുന്ന ആ ഒരു അധികാരം ഉണ്ടല്ലോ നിങ്ങൾ. ശരി, ഞാനൊരു പാരൻ്റാണ്, കാലം മാറി, പിള്ളേരൊന്നും പഴയ പോലെ അല്ല. അങ്ങനെ ഒരു ബോധം പതുക്കെ മീൻസ് ചില പിള്ളേർ കാണും സ്റ്റിൽ എന്തുവാണ് പണ്ടത്തെ പോലെ അച്ഛ അമ്മ അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല പുണ്യം, നിങ്ങൾ പുണ്യം ചെയ്ത പാരൻസാണ്. ഇനി എത്ര പിള്ളേർ അങ്ങനെ വരും നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ നമുക്ക് അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്ത് ലിവ് ചെയ്യാൻ പറ്റില്ലല്ലോ. വരണതുപോലെ വരട്ടെ, എന്തിനും നമ്മൾ ഫേസ് ചെയ്തിരിക്കണമല്ലോ. വേസ്റ്റ് കേസിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരുന്ന വളരെ നല്ല സമാധാനം കിട്ടും. അല്ലാതെ ഞാൻ ഇവരെയൊക്കെ ഇങ്ങനെ വളർത്തിയെടുത്ത് എൻ്റെ ജീവിതം ത്യാഗം ചെയ്ത് അവർ പറഞ്ഞാൽ നിങ്ങളോട് ഇങ്ങനെ ത്യാഗം ചെയ്യാൻ, അവർ പറഞ്ഞാൽ നിങ്ങളെ ജോലിയും വിട്ട് നിങ്ങളെ 3 നേരം ഊട്ടി നിങ്ങളെ വളർത്തി വലുതാക്കി അവർ പറഞ്ഞാൽ അത് നിങ്ങളെ ചോയ്സ് ആയിരുന്നില്ലേ? നിങ്ങളല്ലേ ചൂസ് ചെയ്തത് എനിക്ക് ജോലി വേണ്ട, എനിക്ക് പിള്ളേരെ നോക്കിയാൽ മതി. പക്ഷേ അവർ വലുതായി പലയിടത്തും പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് റൈറ്റാണുള്ളത് അവരുടെ അടുത്ത് പറയാനായിട്ട്? ഞാൻ നിന്നെ അങ്ങനെ നോക്കിയില്ലേ, ഇങ്ങനെ നോക്കിയില്ലേ, ഇപ്പം നീ എന്നെ അങ്ങനെ നോക്കുന്നില്ലല്ലോ. യെസ്,
ഐഡിയലി പിള്ളേർ ഞാൻ പറയുന്നില്ല മറ്റേ പാരൻസിനെ തള്ളിക്കളഞ്ഞിട്ട് പോണതാണ് ബെസ്റ്റ് എന്ന്. ബട്ട് ഈ എക്സ്പെക്റ്റേഷൻസോടുകൂടി ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സമാധാനം കിട്ടും. അത്ര ഞാൻ പറയാൻ വന്നുള്ളൂ. നമുക്ക് കിട്ടേണ്ടതാണ് നമ്മൾ നല്ലപോലെ നമ്മളെ കാര്യം കറക്റ്റായിട്ട് ചെയ്താൽ എപ്പോഴും നമുക്ക് നല്ലതേ വരും. അതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ കിടന്ന് ഇതെല്ലാം കൂടെ പുലമ്പി വിടണം വേറെ ഒന്നും കൊണ്ടല്ല. ഇമാതിരി പ്രശ്നങ്ങൾ കാരണം എത്ര ഫാമിലിയാണെന്നറിയാമോ നശിച്ചു പോയിട്ടുള്ളത്. ഇപ്പം ഞാനിപ്പോൾ നിങ്ങൾ പറയണം അപ്പം മരുമോനും ശരി. ഈ നമ്മുടെ സൈഡിൽ നിന്ന് ആലോചിച്ച് നോക്കും, മരുമക്കളുടെ സൈഡിൽ നിന്ന് ആലോചിച്ച് നോക്കും. ഒരു പുതിയ വീട്ടിൽ ആരെ അറിഞ്ഞൂടാ, അവിടുത്തെ ഒരു ചുറ്റുപാട് അറിഞ്ഞൂടാ, അത് ഫ്രഷായിട്ട് പോയി അവിടെ ജീവിക്കുകയാണ്. ബട്ട് ഈ പറയുന്ന ഈ മരുമോൻസില്ലേ, ഈ ആണുങ്ങൾ എത്ര കംഫർട്ടബിളാണ് നമ്മുടെ വീട്ടിൽ വന്ന് കുറേ നാൾ ഇങ്ങനെ നിൽക്കാൻ. നിങ്ങൾക്ക് എത്ര പേരെ നെയിം ചെയ്യാൻ പറ്റും? എനിക്ക് ഒരാളെ പോലും, ഒരു ആണുങ്ങളെപ്പോലും അവരുടെ ഇൻലോസിൻ്റെ വീട്ടിൽ ഒരു 5 ദിവസത്തിൽ കൂടുതൽ കംഫർട്ടബിളായിട്ട് നിൽക്കണം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഹൗ ക്യാൻ യു ഗൈസ് എക്സ്പെക്റ്റ് അസ് ടു സ്റ്റേ ഇൻ യുവർ ഹൗസ് കംഫർട്ടബിളി എന്നതാണ് എൻ്റെ ചോദ്യം. എങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ട്, അത് ഭയങ്കര അടിപൊളിയായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പം നാച്ചുറലി പ്രശ്നങ്ങൾ അവിടെ ഇവിടേക്ക് വരുള്ളൂ. അപ്പം നിങ്ങളുടെ ഒരു ഡ്യൂട്ടി കൂടെയാണ് എല്ലാവരെയും കംഫർട്ടബിളാക്കി, അല്ലെങ്കിൽ നമ്മളെ കംഫർട്ടബിളാക്കി വെക്കുക. അത് അടിപൊളിയായിട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ബട്ട് ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഗൈസ് ശരി, നിങ്ങൾ കുറേ ട്രൈ ചെയ്തു, നിങ്ങൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നു, നിങ്ങൾ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, ഒന്നും ശരിയാവുന്നില്ല. ലൈക്ക് കുറേ ഫാമിലികൾ ഡൈവേഴ്സ് ആയിട്ടുണ്ട്. പിന്നെ കുറേ പേര് കൗൺസിലിംഗ് ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നു. ഈ സൊല്യൂഷൻസ്, ഈ പ്രോബ്ലംസ് എന്നൊക്കെ പിടിച്ച് നിൽക്കുക. അവർക്ക് വീട് മാറാൻ ഭർത്താവ് സമ്മതിക്കില്ല, അമ്മായിയമ്മേനെ കൂടെ താമസിപ്പിക്കുള്ളൂ, അങ്ങനെ കുറേ കേസസ് ഉണ്ട്. അപ്പം കൗൺസിലിംഗ് ഓഫ് കോഴ്സ് എടുത്താൽ, പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ കൗൺസിലിങ്ങും തെറാപ്പിയൊക്കെ എടുക്കുന്നത് ശരിയാണ്, എനിക്കും അത് അത്ര കംഫർട്ടബിൾ അല്ല. അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് ഞാൻ പോയി അവിടെ നമ്മുടെ എന്തെങ്കിലും സീരിയസ്ലി അങ്ങനത്തെ ഒരു എന്തുവാണ് ഇൻഹിബിഷൻ എനിക്ക് മാറ്റണം എന്നുണ്ട്. ബട്ട് തൽക്കാലം എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ബട്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്തെങ്കിലും മെൻ്റൽ പ്രോബ്ലംസ് വന്നാൽ ഞാൻ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുമെന്ന്. ബട്ട് റിയലി അത് വെച്ച് ഹെൽപ്ഫുള്ളായിട്ടുള്ള കുറേ ഫാമിലീസിനെ എനിക്കറിയാം. എൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ തന്നെ ഫാമിലീസ് അവർ തെറാപ്പി എടുത്ത് ചിലർ സമ്മതിക്കില്ല. ബട്ട് വില്ലിങ് ആയിട്ടുള്ള ഒരാൾ പോയാൽ തന്നെ ഹോൾ ഫാമിലിയുടെ സിറ്റുവേഷൻ മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ പഴയ മറ്റേ അമ്മായിയമ്മ മരുമോള് അങ്ങനത്തെ സെറ്റപ്പൊന്നും വെച്ച് ഇപ്പോഴും ലൈഫ് കൊണ്ടുപോകാതെ കുറച്ചും കൂടെ ആൾക്കാരെ ഇൻഡിവിജ്വൽസായിട്ട് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് ഇപ്പം ഈ അമ്മായിയമ്മ പറയുന്ന സെയിം കാര്യം അമ്മ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നമുക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് ചിലപ്പോൾ ചൊറിഞ്ഞു വരും, അമ്മയായാലും അമ്മായിയമ്മയായാലും. പക്ഷേ അമ്മായിയമ്മ പറയുമ്പോൾ നമുക്ക് കൊള്ളും അല്ലേ? എന്തെങ്ങനെ? അമ്മ പറഞ്ഞാൽ കൊള്ളൂല. അമ്മ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കൊള്ളും, അത് വേറെ കാര്യം. പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ എങ്ങനെ നമുക്ക് ആ ഒരു ഇൻഹിബിഷൻ മാറ്റാം എന്നുള്ളത് ഇനിയിപ്പം ഈ വയസ്സായ ആൾക്കാർ നമുക്ക് മാറ്റാൻ പറ്റില്ല ഡെഫിനറ്റ്ലി. സോ ഇനിയുള്ള ജനറേഷന് പക്ഷേ പല രീതിയിലും പഴയ ജനറേഷനെക്കാട്ടിലും എഹെഡാണല്ലോ നമ്മുടെ ചിന്താഗതിയാണെങ്കിലും നമ്മുടെ ആക്ഷൻസിലാണെങ്കിലും. അപ്പോൾ നമുക്ക് മാറാൻ പറ്റും അല്ലോ, എന്തായാലും നമുക്ക് അവരെ മാറ്റാൻ പറ്റില്ല. സോ നമ്മൾ അറിഞ്ഞും കണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. നമ്മൾ ജീവിക്കുന്ന ആ അറ്റ്മോസ്ഫിയർ എങ്ങനെ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കാം. നമുക്കിപ്പോൾ എല്ലാം കൂടെ ഒരു ഫാമിലിയിലായിപ്പോയി, അല്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സപ്പോസ് നമ്മുടെ കൂടെ അല്ല അവർ താമസിക്കണമെങ്കിൽ പോലും പ്രശ്നങ്ങളുള്ള പല ഫാമിലീസുണ്ട്. സോ എങ്ങനെ നമുക്ക് സപ്പോസ് ഇപ്പം ഇങ്ങനെയാണ്, ഇതാണ് ലൈഫ്, ഇതിൽ നിന്ന് വേറെ ഒരു യു കനോട്ട് ചേഞ്ച്, അല്ലെങ്കിൽ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതൊന്ന് നിങ്ങൾ ഡൈജസ്റ്റ് ചെയ്ത് നോക്കുക. ഈ ഒരു സിറ്റുവേഷൻ ഇനി എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്ക്. അതിനോ ആ ഒരു അവസ്ഥയിൽ വൃത്തികെട്ട ആ ഒരു മനസ്സിങ്ങനെ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥ ഇരിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് ടേക്ക് എ ബ്രേക്ക്, ചിൽപ്പിൽ എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തെങ്കിലും കത്തും. അതുമല്ലാന്നുണ്ടെങ്കിൽ ഇനി ഗൈസ് മൗണ്ട് എവറസ്റ്റ് വരെ ആൾക്കാർ കയറുന്നു. പിന്നെയാണ് ഇതൊക്കെ സൊല്യൂഷൻ ഇല്ലാത്ത പ്രോബ്ലംസ് അല്ല.
വേഴ്സ്റ്റ് കേസ് നിങ്ങൾ പോയി തെറപ്പി എടുക്കൂ, നിങ്ങൾക്ക് സമാധാനം കിട്ടും. ഇപ്പം ഞാൻ എന്തിനാ ഇതൊക്കെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഇതൊക്കെ ഓൾറെഡി പറഞ്ഞായിരുന്നില്ല, പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് എന്തായാലും ഈ ഒരു മഹാമാരി, അതായത് അമ്മായിമ്മ മരുമോൻ, അമ്മായിമ്മ മരുമോൾ, ഈ ഒരു പ്രശ്നം നമുക്ക് താണ്ടേണ്ടിയിരിക്കുന്നു. ഈ ഒരു പണ്ടുകാലം തൊട്ടുള്ള ആ ഒരു സ്റ്റിഗ്മ സംഭവം നമുക്ക് മാറ്റേണ്ടിയിരിക്കുന്നു. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ ഒരുമിച്ച് പോയി താമസിക്കാതെ ഇരിക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ പ്രോബ്ലംസ് ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ പറയും അയ്യോ അവർക്ക് ഭയങ്കര ഹെൽത്ത് പ്രോബ്ലംസാണ്, അവരെ നമ്മളെ കൂടെ നിർത്തിയാലേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ കൂടെ നിർത്തിക്കോളൂ. ബട്ട് ആ ഒരു ലൈഫ് നിങ്ങളുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യാതെ രീതിയിൽ എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ദാറ്റ് ഈസ് ദ മെയിൻ പോയിൻറ്റ്. നമ്മളുടെ വേഴ്സ്റ്റ് കേസ് സെനാരിയോസ് ഉള്ള ആ ഒരു ജീവിതത്തിൽ വെച്ച് എങ്ങനെ നിങ്ങൾ ബെസ്റ്റായി മാറാം, എങ്ങനെ മാറാം എനിക്ക് അറിഞ്ഞോളൂ. നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞ കേട്ടോ, കേൾക്കാൻ കൊള്ളാമല്ല അല്ലേ? പക്ഷെ റിയലി ആ ഒരു സിറ്റുവേഷനിലാകുമ്പം അറിയാം എന്തൊരു പ്രശ്നമാണെന്ന്. ലൈക്ക് നിങ്ങളുടെ പ്രോബ്ലംസ് ആരുടെയെങ്കിലുമൊക്കെ സംസാരിക്കൂ, അല്ലെങ്കിൽ അവിടെ നിന്ന് ആ ഒരു കലുഷിതാവസ്ഥ വരുമ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കാൻ നോക്കൂ. മാക്സിമം കുറച്ച് ബ്രേക്ക് എടുക്കൂ. വേഴ്സ്റ്റ് കേസ് താങ്ങാൻ മുടിയാതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണോ, ബാക്കിയുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ ടേക്ക് ദ ബെസ്റ്റ് ഡിസിഷൻ. എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് അത് ചെയ്യൂ. ഓക്കെ, സോ ഈ ഒരു സാധനം അമ്മായിയമ്മ മരുമോൾ കേസിൽ മാത്രമല്ല, ബാക്കി ഏതൊരു കേസിലാണെങ്കിലും, ജോലിയിലാണെങ്കിലും, വീട്ടുകാര്യത്തിലാണെങ്കിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ബൗണ്ടറീസ് എല്ലായിടത്തും സെറ്റ് ചെയ്യുക. കലുഷിതമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ പോയ ആൾക്കാർക്ക് പറയാനുള്ള കാര്യം ആ ഒരു സെനാരിയോ ഇതാണ്, നിങ്ങൾക്കറിയാം, അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ, എന്നിട്ട് അതിനെ എങ്ങനെ നമുക്ക് ബെറ്റർ ആക്കാം എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. പറ്റുന്നില്ലെങ്കിൽ ടേക്ക് എ ബ്രേക്ക്, ചിൽ പിൽ, കം ബാക്ക് അഗെയിൻ, സെയിം തിങ് കണ്ടിന്യൂ ചെയ്യുക. പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റും. ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറെ കൊണ്ടിരിക്കുകയാണ്, എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ മാത്രം ആരുമില്ല. ഓക്കെ ഗൈസ്, കമൻറ്റ് സെക്ഷനിൽ വന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യൂ. ഇതിൽ സെയിം തിങ്കുകൾ ഗോ ത്രൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മേ ബി കമൻറ്റ് സെക്ഷൻ വായിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ ഫോൺ നമ്പർ എക്സ്ചേഞ്ച് ചെയ്യൂ, നിങ്ങൾ സംസാരിക്കൂ, ഫ്രണ്ട്സ് ആവൂ. അങ്ങനെയെങ്കിലും ജീവിതം വേറൊരു ലെവലിലേക്ക് ഉയർത്തൂ. എന്നെയും കൂടെ ആരെങ്കിലും ഫ്രണ്ട്സ് ആക്കണം. അപ്പോൾ ശരി, ലാൽസലാം. സബ്സ്ക്രൈബ്, മറ്റേ ചാനൽ സംഭവങ്ങളൊക്കെ അടിച്ചു പൊട്ടിക്കൂ. ലവ് യു ഓൾ.